ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാരൂസ് വേൾഡ്. അപ്പോൾ ഞാനിതിന് ശേഷമാട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എടുത്ത സമയത്ത് വോയിസ് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇനി വീണ്ടും ഒരു വീഡിയോ എടുത്തിടാനുള്ള ടൈം എനിക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ട്വിൻസിനെ മാനേജ് ചെയ്യുന്നതെന്ന് കേട്ടോ. ട്വിൻസിനെ മാനേജ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതായത് ഒരു കുട്ടിയെ തന്നെ മാനേജ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് പാടാണ്. അപ്പോൾ പിന്നെ 2 കുട്ടികളെ മാനേജ് ചെയ്യുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ അവരുടെ ഫുഡ്, ഉറക്കം, പ്ലേ ടൈം എല്ലാം ഒപ്പം ചെയ്യിക്കുക. ഒരാൾ ഉറങ്ങിയിട്ട് പിന്നെ വേറൊരാൾ ഉറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ ഈ അമ്മയ്ക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. കാരണം ഈ കുട്ടികൾ അങ്ങനെ 2 ടൈമിലായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പേരൻ്റായി നമുക്ക് ഉറങ്ങാനൊന്നിനും സാധിക്കില്ല. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും അവർ വലുതായില്ല, ഇനി അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്നവരൊന്നും ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അവരെ ഉറക്കവും കാര്യങ്ങളെല്ലാം ഒപ്പം ചെയ്യിക്കുക. എന്തൊക്കെ വന്നാലും അത് ആ ഒരു കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അവർക്കൊരു ഏജ് എത്തുന്ന വരെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാതും ചെയ്യിക്കണം. പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത് വെച്ചാൽ എനിക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോഴും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർ പുറത്ത് കൊണ്ടുപോയാലും നമുക്കറിയാം ട്വിൻസ് ആവുന്നുണ്ട്. പിന്നെ മറ്റൊരാളുണ്ടെങ്കിൽ കൂടി നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നൊരു ഫീൽ നമ്മൾ അമ്മമാരെ ആസ് എ മോം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവരുടെ ഫാദർ ഉണ്ടാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, അവർ അങ്ങനെ പറഞ്ഞാലൊക്കെ കേൾക്കും. അപ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഫാദറിൻ്റെ പോലെയല്ലല്ലോ മറ്റുള്ളവർ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് ഒരു വകതിരിവാവുന്ന വരെ നിങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം ഒപ്പം ചെയ്യിക്കുക. എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഇന്നതാണെന്ന് മനസ്സിലാവുന്ന വരെ അവരുടെ കാര്യങ്ങളെല്ലാം മെയിനായി ഒപ്പം ചെയ്യിക്കുക. അപ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസം കിട്ടും. ബാക്കിയുള്ളവരെന്തോ പറഞ്ഞോട്ടെ, അവർ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളിലും അപ്പോൾ അവർ ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോളൂ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല, അത് നമ്മുടെ കയ്യിലാണ്. കാരണം നമുക്ക് ഒരു കുട്ടിയാകുമ്പോൾ ഓക്കെ, നമുക്ക് ഒരുപാട് ടൈം കിട്ടും. പക്ഷേ ഇത് അതുപോലെയല്ല. നമ്മളൊരു ടൈം ടേബിളിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കിതൊക്കെ സാധിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വോയിസ് കണക്റ്റ് ആകാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഗെയ്സ്.